ഹായ് ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും. ഞങ്ങളിപ്പോൾ ആക്ച്വലി നിൽക്കുന്നതേ മൂന്നാറാണ്. മൂന്നാർ പറക്കാട് റിസോർട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം. ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അടുത്ത ദിവസം ട്രിപ്പിലേക്ക് ട്രിപ്പ് പോകുന്നുള്ളത്. നിങ്ങൾ വിചാരിക്കട്ടെ, ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് മറ്റേ കുറച്ച് ജാടയ്ക്കോ അല്ലെങ്കിൽ സ്റ്റൈലിനാണെന്ന് വിചാരിക്കരുത്. ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ പള്ളിപ്പെരുന്നാളെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പൊടിയൊക്കെ അടിച്ചു കയറിയിട്ട് എനിക്ക് നല്ല ജലദോഷമായെന്ന് മാത്രമല്ല, എൻ്റെ ഈ ഇടത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രി ഇട്ടിങ്ങനെ തിരുമ്പി രാത്രി ഉറക്കത്തിലൊക്കെ നല്ല തിരുമ്മില്ല. പക്ഷേ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഈ കണ്ണ് ഇങ്ങനെ ചെറുങ്ങി തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നമുക്ക് ട്രിപ്പ് വരികയും വേണം. എനിക്കാണെങ്കിൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതിൽ ഒരു 9:30 അല്ലേ, രാവിലെ 9:30 ആയപ്പോഴാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ നിൽക്കുന്ന റൂം ഒന്ന് കാണിക്കാം അല്ലേ. അടിപൊളി വ്യൂ ആണ്. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിയേ, ഇത് നമ്മൾ നിൽക്കുന്ന ബെഡാണേ. ഈ ബെഡിന്റെ ഇവിടെ കണ്ടോ, ഇത് 180 അല്ലേ റൂം അല്ലേ, വ്യൂസ് വന്നിരിക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കാണാം, നല്ല സുഖല്ലേ. ഇപ്പൊ ഞങ്ങളിപ്പോ ഏകദേശം ഒരു സമയം വെച്ചു. ഇപ്പൊ സമയം എത്ര വെച്ചു? 5:10. അപ്പൊ ഈ സമയത്തുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ. നമ്മുടെ റൂമിൽ നോക്കുമ്പോഴത്തേക്കും മൂന്നാറിന്റെ ഒരു വലിയൊരു കാപ്പിത്തോട്ടം തീരത്തോട്ടം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കാണാം. നമുക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ റൂമിന്റെ വീഡിയോ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നമുക്ക്. കാരണം റൂമിൽ അത്യാവശ്യം അത് തുറക്കാൻ നോക്കണ്ട, അത് തുറയത്തിലേക്ക് തുറക്കണ്ട. റൂമിന്റെ അത്യാവശ്യം കുറെ കാര്യങ്ങൾ കാണിക്കാനായിട്ടുണ്ട്. 180 വ്യൂ ആണ്. കാരണം ഇത് കണ്ടോ, ഇതാണ് ഡോറെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയതേ, അവിടുന്ന് നമുക്ക് വ്യൂ ആരംഭിക്കാം. അവിടുന്ന് ഇത് ഇങ്ങനെ വന്ന് കറങ്ങി ഇവിടം വരെ. സോ സംഭവം കൊള്ളാം അല്ലേ, നൈസ് ആയിട്ടുണ്ട്. അതെ, ഇനി നമ്മുടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5:15 ഇപ്പോൾ. അപ്പൊ ഇവിടെ നമ്മള് 6 മണി വരെയൊക്കെ മാക്സിമം ഉള്ളൂ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാളെ രാവിലെ മോർണിംഗ് നമ്മൾ നേരിട്ട് എണീറ്റിട്ടേ ഞാൻ ഇവിടുത്തെ ഈ റൂമിന്റെ ഒരു വ്യൂ നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ നേരെ നമ്മുടെ വിനിച്ചേട്ടനുണ്ട്, നവാസിക്കുണ്ട്. ഞങ്ങൾ നേരെ അവിടുത്തെ പോയിട്ടേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആക്ച്വലി അപ്പൊ ഇതാണ് നമ്മുടെ മിനുസാറിന്റെയും നവാസിക്കയുടെയും റൂം അല്ലെ. ഇതും ഭയങ്കര സ്പേഷ്യസ് അല്ലേ, ഭയങ്കര അല്ലേ, വ്യത്യസ്തത. അതെ, നമ്മൾ നേരത്തെ കണ്ട റൂം ഉണ്ടല്ലോ, നമ്മുടെ റൂമില്ലേ, ആ റൂമിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് കണ്ടോ. അതിന് കുറച്ചുകൂടെ ഒരു ക്ലാസി ഫീൽ ആയിരുന്നു. ഇത് ഇത്തിരിയുടെ ടൈൽസ് വ്യത്യാസമുണ്ട്. ഇത് ഇത്തിരിയുടെ റോയൽ ഫീൽ ആണ് അല്ലേ. മറ്റേതൊരു ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ക്രീം ആൻഡ് ബ്ലൂ ഷെയ്ഡ് ഒക്കെ ആയിരുന്നു ആ റൂമിനകത്ത്. ഇത് കുറച്ച് റെഡ് അല്ലേ, പക്ഷെ ഭയങ്കര വലിപ്പമുണ്ട് അല്ലേ. ഇതിനകത്ത് 2 ബാത്റൂം ഉണ്ട് അല്ലേ. ഈ ഒരു റൂമിൽ തന്നെ 2 ബാത്റൂം ഉണ്ട്. നവാസിക്ക് അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടിരിക്കുകയാണ്. ഇവിടെ അത് തന്നെ. ഇവിടെ പക്ഷെ 180 വ്യൂ ഇല്ല. കാരണം നമ്മുടെ ആ റൂം എന്ന് പറയുന്നത് 180 വ്യൂ അല്ലേ. കാരണം ഒരു സൈഡ് മൊത്തത്തിൽ ഇതുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നവാസിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഈ ഒരു വ്യൂ മാത്രമാണ് ഇങ്ങോട്ടുള്ളത്. സോ നമ്മളങ്ങനെ പറക്കാട്ടിന്റെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റി എന്നുള്ളതാണ് നമ്മളിനി സിംഗപ്പൂരിൽ മാത്രം കണ്ടുവരുന്ന ഇവിടുത്തെ ഈ ആക്ടിവിറ്റി ഏരിയയിലെ വ്യൂ മൊത്തത്തിൽ കൊള്ളാം അല്ലേ. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ആണ് കണ്ടോ. ആക്ടിവിറ്റി ഏകദേശം ഒക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഫുള്ള് ചുറ്റി കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അച്ഛൻ ഇവിടുത്തെ വ്യൂ നോക്കി അങ്ങോട്ട് നടന്നേ. ഇത് കണ്ടോ, എങ്ങനെയുണ്ടത്? ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, നടന്നേ. നല്ല രസമില്ലേ അല്ലേ. കറക്റ്റ് കാട്ടി കൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ട്. സാർ ഇങ്ങോട്ട് പോര്, നാസിക്ക എങ്ങനെയുണ്ടോ? എനിക്ക് കാണാൻ വയ്യ. ഫ്രണ്ടിട്ട് നോക്കൂ. ഏതാ? നിങ്ങളത് കണ്ടോ, അവിടെ മറ്റൊരു നെറ്റ് വെച്ചിട്ട് ആ നെറ്റിലൂടെ വാക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്ന ആക്ച്വലി. പക്ഷെ അത് ഇപ്പൊ മഴ ഇല്ലല്ലോ അവിടെ ഇപ്പൊ സ്വാഭാവികമായിട്ട് കാണത്തില്ല. വിനുസാറേ ഇവിടെ ചെറിയ പരിപാടി ഉണ്ട്. ഇവിടെ പരിപാടി ഉണ്ട്, കാണിച്ചുതരാം. ഇതല്ലേ ഇവിടുത്തെ ഈ റൂംസ് ഇപ്പൊ ഇവര് ഓപ്പൺ അല്ലെന്നാ തോന്നുന്നു. അതുകൊണ്ടോ ഇത് റൂമാട്ടോ. അതെ
അത് റൂമാ അത് മറ്റേ കേവിന്റെ സെറ്റപ്പില്. പക്ഷെ അത് ഓപ്പൺ അല്ലാന്ന് തോന്നി ഇപ്പോ. നവാസിക്ക് നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. അച്ചോ എങ്ങനെയുണ്ട്? ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ചാരി കഴിഞ്ഞാലേ വിൻസർ അങ്ങോട്ട് ചാരുന്നുണ്ട്. അങ്ങോട്ട് ചാരി കഴിഞ്ഞാ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയാച്ചു. പേടിയുണ്ടോ നിനക്ക്? വീഡിയോ എടുത്തോണ്ട് നടക്കാം. അതുകൊണ്ട് ചെരുപ്പ് ഉടക്കി, എന്റെ ചെരുപ്പ് ഉടക്കി. ഇല്ല ചെരുപ്പ് തന്നെ ഉടക്കേണ്ടത്. ഇവിടെ ഈ ചെരുപ്പ് ഉടക്കി കഴിഞ്ഞാലുള്ള സീൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നവാസിക്ക കാലേ കേട്ടതേ ഇങ്ങനെ വെച്ചാ മതി, സൈഡിലോട്ട് വെച്ചാൽ മതിയേ. കാല് വളച്ച് വെച്ചാൽ മതി, നേരെ വെച്ചാൽ പ്രശ്നമുള്ളൂ. പുറകെ നവാസിക്കുണ്ട്. നവാസിക്ക് വലിയ കാര്യത്തിൽ വിരുസാറെ കളിയാക്കിട്ടേ ഇപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതല്ല കാലങ്ങനെ ചെരുപ്പ് അങ്ങനെ വെക്കണ്ട. ക്രോസ് അങ്ങനെ ക്രോസ് വെച്ചതാ. പേടി. അതെ അങ്ങനെ ഗംഭീരമായിട്ട് ഞങ്ങള് അയ്യോ ഇതിന്റെ പേര് പിന്നെ പറഞ്ഞേ റോപ്പ് ബ്രിഡ്ജ് നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നവാസിക്ക പരിപാടിയാ. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിനകത്തെ. ഈ കെയർ ചെയ്തിട്ട് കിടന്ന് ഇങ്ങനെ കുലുക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു രസമുണ്ട്, വൈബുണ്ട് അല്ലേ? അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ അതിഗംഭീരമായിട്ട് ഇത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ടാസ്ക് കഴിഞ്ഞു. അതെ ഇതിന്റെ തന്നെ സെയിം സൈക്കിൾ ടാസ്ക് ഉണ്ട്, റോപ്പ് സൈക്കിൾ. ഇനി നമുക്ക് അതിലേക്ക് പോവാം. അടുത്തായിട്ട് അച്ചു അതെ സൈക്കിൾ കെട്ടാൻ വേണ്ടി പോണേ. റോപ്പ് സൈക്കിൾ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും പേടിച്ചിട്ടാണ് നോക്കാത്തൊന്നും എനിക്ക് അറിയത്തില്ലടോ. ഇട്ടിട്ടാണോ? ഇട്ടിട്ട് ഈ റോപ്പിലൂടെ സൈക്കിൾ കെട്ടി ഇങ്ങോട്ട് സ്പീഡ് ചോട്ടുവാ. മാക്സിമം പറപ്പിക്കണേ. ഓക്കെ പോകോ ചോട്ടെ പോകോ. സ്പീഡ് പോ. കൊള എങ്ങനെയുണ്ടോ അച്ഛ? എങ്ങനെയുണ്ട്? നീ റിട്ടേൺ വരുമ്പോഴത്തേക്ക് അണ്ണൻ ഇവിടുന്ന് വലിക്കും. കണ്ട ഇവിടുന്ന് ഇങ്ങനെ കറക്കി ചേട്ടൻ ഇവിടുന്ന് കറക്കി എടുക്കും. അപ്പൊ ഇവിടുന്ന് റിട്ടേൺ വരും. എങ്ങനെയുണ്ട് അച്ചു? കൊള്ളാവോ? കേട്ടില്ല. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ? അതിഗംഭീരമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റോപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഞാൻ പേടിച്ചു. അത് അറിയോ, ഈ സൈക്കിൾ ഇപ്പൊ നവാസിക്ക ചോട്ടുമ്പോഴേക്ക് മനസ്സിലാവും. അതായത് ഇവിടുന്ന് ഈ റോപ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ അല്ലേ വലിയ പേടിയല്ല, സ്പീഡായില്ല. നമ്മൾ പതുക്കെന്ന് കരുതിയൊക്കെ അവിടുത്തെ കുറച്ച് സ്പീഡായപ്പോ പേടിച്ചു. വലിയ പ്രശ്നമൊന്നും ഇല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? വലിയ സീൻ അതെ കേട്ടി കടക്കൂല്ലോ എന്ന് ഓർക്കുമ്പോ ഓക്കെ പോയിട്ടോ. യെസ് സ്പീഡ് ചോട്ടിക്കോ. സൂപ്പറല്ലേ? കണ്ടോ മരത്തിടിക്കരുത് ചവിട്ടല്ലേ. കാല് വെറുതെ വെച്ചാ മതി. വേണ്ട ചവിട്ടണ്ട. കാല് വെറുതെ വെച്ചാ മതി. അതെ നമ്മൾ അറിയാണ്ട് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചവിട്ടി പോകുന്ന പോകുന്നില്ലേ? കൊള്ളാം സൂപ്പർ അല്ലേ? കൊള്ളാം കേട്ടോ, ഇത് കൊള്ളായിരുന്നു, നൈസ് ഉണ്ടായിരുന്നു. കേവ് ഉണ്ട്, ഒരു കേവ് റൂം ആണ് ആക്ച്വലി ഇത്. അതായത് ഒരു ഗുഹക്കകത്ത് താമസിക്കുന്ന വൈബ് കിട്ടും എന്നുള്ളതാണ്. നടന്നു നോക്കാം, വാ നടക്കൂ. കൊള്ളാം കേട്ടാ. ഇവിടെ നിൽക്കാൻ ഒരു കേവിന്റെ ആംബിയൻസ് ഉണ്ട്. പ്രൈവസി ആയിട്ടുള്ള റൂം. അതെ പ്രൈവറ്റ് റൂമാണ്. ഇതാ റൂം, പ്രൈവറ്റ് റൂമാണ്. പക്ഷെ ഇതിന്റെ ആക്സസ് ആയിട്ടില്ല കേട്ടോ. റൂം ആക്സസ് ഇല്ല. ഇത്
ഇപ്പൊ ഓപ്പൺ അല്ല നിലവില്. ഇത് ഇതാണ് ആ റൂം. ഓപ്പൺ വാഷ്റൂം. യാ ഇവിടെ ഓപ്പൺ വാഷ്റൂം ഉണ്ട്. അത് കൊള്ളാലോ. ഷവർ അല്ലേ ഇത്? ഷവർ. ഇവിടെ ഷവർ ഉണ്ട്. അതായത് ഇവിടെ കുളിസിയും നല്ല വൃത്തി കുളിസിയും കാണാൻ പറ്റും. കാട്ടിൽ കുളിക്കാം. നീ നനച്ചിരിക്കുക. ഇത് പിടിച്ചു നീ നനച്ചു നോക്കിയേ. ഇവിടെ നിന്ന് കുളിക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളിപ്പോ ഈ ഷവറിൽ കൂടെ വെള്ളം വന്ന് കുളിച്ചോണ്ടിരിക്കുക. അവിടെ കാട്. ഒന്ന് ആലോചിച്ച് നോക്കി. ടാർസനാ അല്ല നോക്കണോ? ഇവിടെ ആരുമില്ല. ഇവിടെയുള്ള ആൾക്കാര് ഇവിടെ പൂളാണ്. നീ നനച്ചു നോക്കിയേ. ആ കാട്ടിന്റെ ഇടയ്ക്ക് ഒരാൾ പോയി ഇരിക്കാന്ന് ചോദിച്ചോ. ആ കാട്ടിൽ എങ്ങനെ പോയി? ഇവിടെ പ്രൈവറ്റ് ആണ്. എന്നാലും ഞാൻ പറയുക ആ കാടിന്റെ അകത്തൊരാളുണ്ടെന്നുണ്ടെങ്കിൽ സോ ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ കാടിനകത്തുള്ള ആൾക്ക് നല്ല സുഖമായിട്ട് കുളിസിയും പിടിക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ട് കുളിസിയും പിടിക്കാം. ഇവിടെ ചിലപ്പോ ഇവിടെ അപ്പൊ പിന്നെ ഓപ്പൺ ബാത്ത് എന്ന് പറയുന്ന പരിപാടി തീർന്നില്ല ഇവിടെ. കുറച്ചുകൂടെ അടയിവല്ലേ കാതില്ല. എന്നാലും ഞാനൊരു ഒരു സംശയം പ്രകടിപ്പിച്ചതാണ്. ബാത്റൂം അകത്ത് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇത് സംഭവം അറിയാവോ, നമുക്ക് ഇവിടെ ചുമ്മാ വന്ന് കുളിക്കാം. സോപ്പൊക്കെ തേച്ച് മറ്റേ ഫുള്ളി നേക്കഡ് ആയിട്ടുള്ള കുളി പറ്റില്ല, അല്ലാണ്ടൊരു കുളി കുളിക്കാം. ഞാനിവിടെ ഫുള്ളി നേക്കഡ് കുളിയാ ഉദ്ദേശിച്ചത്. നമ്മളെ ആ റൂം ഓപ്പൺ ആക്കി തരാനായിട്ട് ഇവിടുത്തെ ഒരു ബ്രോ എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓപ്പൺ ആക്കി കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ആ കേവ് റൂം കേട്ടോ. അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഓപ്പൺ അല്ല നോർമലി ആണോ? അത്രേ ഉള്ളൂ. ഓ നൈസ് 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 നൈസ്. ഇതാണ്. ഓ മനസ്സിലായി. ഇപ്പൊ ഓപ്പൺ അല്ല നിലവിൽ ഇപ്പോ. ഓക്കെ. എങ്ങനെയുണ്ട് അച്ചു? ഇത് കൊള്ളാം അല്ലേ? കറക്റ്റ് ഒരു കുക്കിയിലെ കംപ്ലീറ്റ് ആംബിയൻസ് ഉണ്ട്. നൈസാണ്, കൊള്ളാം. ഇവിടെ ടി വി ഉണ്ട്. ഒരു ഓപ്പൺ ബാത്റൂം അല്ലേ? കണ്ടു കണ്ടു കണ്ടു. ഓ കൊള്ളാലോ. ഇവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നൈസ് അല്ലേ? അടിപൊളി. നല്ല കിടിലൻ വ്യൂ അല്ലേ? ആ റൂം മാറിയിട്ട് ഈ റൂമിലേക്ക് വരാൻ വേണ്ടി പറയാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടുത്തെ പറയാം നമുക്ക് ഈ റൂം തരണം അല്ലേ? ഈ റൂം കുറച്ചുകൂടെ നൈസ് അല്ലേ? അടിപൊളി കേട്ടോ. എനിക്കൊന്ന് മറ്റേ നമ്മള് നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ അടിപൊളി ആംബിയൻസ് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. അച്ചു ഇവിടെ വലിയ കാര്യത്തിൽ വന്നിട്ട് ഇതിന്റെ മേളിൽ കിട്ടിരുന്നത് മറ്റേ പണ്ട് കാലത്ത് മറ്റേ ബ്രിട്ടീഷുകാര് കൊണ്ടുപോകില്ലേ ഈ രാജ്ഞി, അങ്ങനെ എന്തോ അല്ലേ ഇത് അല്ലേ? പണ്ട് ബ്രിട്ടീഷുകാർ പല്ലക്ക് കാളവണ്ടി എന്തായാലും അവളെ ഇരുത്തിക്കൊണ്ട് ഞാൻ വലിക്കാനാ പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു സാധനം കാണിച്ചേ. എങ്ങനെയുണ്ട്? ഇനി മേലെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വീടത്തൊന്നുമില്ല. ഒരു ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ കൊണ്ട് വലിപ്പിക്കാൻ പറയരുത്. വീടത്തൊന്നുമില്ല. നേരിട്ടിരുന്നോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ? നല്ലതല്ലേ? അവിടെ അച്ഛൻ ഇപ്പൊ ജീപ്പ് കണ്ടു. ഇവിടെ ആക്ച്വലി ജീപ്പ് റൺ ചെയ്യില്ല, ഓടില്ല. ചുമ്മാ ഇത് ഇവിടെ ഇങ്ങനെ ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുവാ. ഇതേപോലത്തെ ഒരു ഓപ്പൺ ജീപ്പ് വാങ്ങിച്ച രസമല്ലേ? ചെറിയ ആനയൊക്കെ ഉണ്ട്. സംഭവങ്ങളല്ലേ? ഇത് നല്ല ജീപ്പായിരുന്നല്ലേ ഇവര് ഇതിനു വേണ്ടിട്ട്? അതെ അതെ അതെ. ഡിന്നർ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് പറഞ്ഞു അല്ലേ? ഞാനും അച്ഛനും സൂപ്പ് കഴിക്കണമെന്ന് പറഞ്ഞു. നവാസിക്കയും വിനുസാറോടെ സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. വിനുസാറൊന്നും ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി. യെസ്, സൂപ്പ് കൊള്ളാം അല്ലേ? നൈസ് സൂപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു. പിന്നെ ബീഫിൻ്റെ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിന് ബാക്കി ഫുഡ് ഐറ്റംസ് കൂടെ വരാനുണ്ട്. സ്റ്റീം റൈസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നു. അച്ഛൻ എന്താ പറഞ്ഞേ? ബട്ടർ നാനും ഗാർലിക് ചിക്കൻ. ഓക്കെ, അതേ ഉണ്ട്. യെസ്, നമ്മുടെ ഗാർലിക് നാൻ വന്നിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് വന്നു. ഇപ്പോൾ എല്ലാ ഐറ്റംസും വന്നു കേട്ടോ. ഫിഷ് അല്ലടാ? ഫിഷ് അല്ലേ? ഓക്കെ ഓക്കെ. ഫിഷ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫിഷ് കറി വന്നു.
ഇതെന്താടാ? കടായി ചിക്കൻ. കടായി ചിക്കൻ. യാ, കടായി ചിക്കൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഓൾമോസ്റ്റ് നമ്മൾ ആ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഗാർലിക്. യാ, ഞങ്ങളെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഇവര് നമ്മൾ എന്തെങ്കിലും ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാസ്റ്റ് ഡെസേർട്ടായിട്ട് കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ട്. നൈസ് സാധനം അല്ലേ? കാരണം നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു മോഡൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതാണത്. കണ്ടോ? ഇതാണ് ആ ഡെസേർട്ട്. ആക്ച്വലി ബ്രൗണി ഡെസേർട്ടാണ്, പക്ഷെ ഇത് കണ്ടോ ഒരു അരയന്നത്തിൻ്റെ പോലത്തെ ഒരു പ്ലേറ്റ് ആണ്. വെരി വെറൈറ്റി പ്ലേറ്റ് ആയിട്ടുണ്ട് സംഭവം. ഇങ്ങനെയുണ്ട്. നൈസ് അല്ലേ? കൊള്ളാല്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്. കഴിക്കുമ്പോൾ ടേസ്റ്റും വെറൈറ്റി ആണ്. നമുക്ക് എന്തായാലും നോക്കാം, അതുകൂടെ അറിയണം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഫുഡ് സൂപ്പർ ആയിരുന്നു അല്ലേ? മൊത്തത്തിൽ കൊള്ളായിരുന്നു അല്ലേ? അതെ. പക്ഷെ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തില്ല. ആക്ച്വലി ഗെയിമിന്റെ വീഡിയോസ് നമ്മൾ എടുത്തില്ലായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് കൊള്ളായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? റിസോർട്ട് അത്യാവശ്യം നൈസാണ്, കൊള്ളാം. ആക്ച്വലി ഇത് ഞങ്ങൾ വരുന്ന വഴി ഒരു സൈഡ് വന്നു കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് ഞങ്ങൾക്ക് മൊത്തം കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല ഇത്ര നേരം. കാരണം ഞങ്ങൾ കാണുന്നെല്ലാം പല പല സ്ഥലത്ത് കുറെ ഉണ്ട്. കയറുന്ന 3-ാം നിലയിലാണ്. അതെ. അപ്പൊ പിന്നെ താഴോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് പോകുന്നു. പല സ്ഥലത്തും പല കുറേ കാണാനുണ്ട്. ഒത്തിരി രസമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് രസമാണ്. യെസ്. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.